ഈ ഖജനാവിലെ പൈസ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ് എന്ന് ഏവർക്കും അറിയാം, അധികാരികൾക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഈ LDF സർക്കാർ ഈ 9 വർഷം കൊണ്ട് എന്താണ് ചെയ്തത് എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഈ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഈ സമയത്ത് തന്നെ ഖജനാവിലെ പണം എങ്ങനെ വിനിയോഗിച്ചു എന്നത് വിശദമായി പരിശോധിക്കേണ്ടതാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം KB ഗണേഷ് കുമാർ പങ്കെടുത്ത ഒരു പരിപാടി, MVDക്ക് വേണ്ടി 52 വാഹനങ്ങൾ വാങ്ങിയത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ഒരു പരിപാടി. ആ പരിപാടി അറേഞ്ച് ചെയ്യാൻ വേണ്ടി കുറെ കാശ് ചെലവാക്കി, കുറെ ആൾക്കാരെയും കാശ് കൊടുത്ത് തന്നെ കുറച്ച് ആൾക്കാരെയൊക്കെ എന്തായാലും എത്തിച്ചിട്ടുണ്ടാവും. അപ്പോ ഗണേഷ് കുമാർ പ്രസംഗിക്കുകയാണ്, ഇവിടെ എന്റെ പാർട്ടിക്കാരും കുറച്ച് ഉദ്യോഗസ്ഥരുമല്ലാതെ വേറെ ആരും ഇല്ല, അതുകൊണ്ട് ഈ പരിപാടി ഇവിടെ റദ്ദ് ചെയ്യുന്നു, പകരം പുതിയൊരു, എന്നിട്ട് ഈ ആൾക്കാരെ കൂട്ടാത്ത ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കുന്നു. നാണം ഉണ്ടോ ഇങ്ങർക്ക്? എന്തോ പറയുന്ന ഇയാളുടെ പരിപാടിയിൽ ആൾക്കാർ വന്നില്ലെങ്കിൽ അത് ആരുടെ ഉദ്യോഗസ്ഥന്മാർ വീടുകളിൽ പോയി ആൾക്കാരെ പൈസ കൊടുത്ത് ക്ഷണിക്കുക. ഇത് പണ്ട് ഒരു സിനിമയിൽ പറയുന്ന പോലെ തിരുവനന്തപുരത്ത് പോയി സമ്മേളനത്തിലും കൂടാം, പപ്പനാവനെ തൊഴുകയും ചെയ്യാം എന്ന് പറയുന്ന പോലെ ഈ പൈസയും കിട്ടും. പൈസ കൊടുത്ത് ആളെ ഇറക്കാത്തത് കൊണ്ടാണോ അപ്പൊ ഈ പരിപാടി റദ്ദ് ചെയ്തത്? അത് അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നത് എന്താണ്? എന്തായാലും വളരെ രസകരമായി നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ വളരെ പ്രഹസനമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നടക്കുന്നത്. സർക്കാരിന്റെ ഓരോ പരിപാടികളും ചീറ്റിപ്പോകുന്ന സംഭവങ്ങളാണ്. ഇവര് മനസ്സിലാക്കേണ്ടത് ഞങ്ങളെ കാണാനോ കേൾക്കാനോ ആൾക്കാർക്ക് താല്പര്യമില്ല എന്ന് ഈ മന്ത്രിമാര് മനസ്സിലാക്കണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഞങ്ങളുടെ പരിപാടിക്ക് ആളെ കൂട്ടാൻ കഴിയാത്തതിന്റെ പേരിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുക, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പൊ മനസ്സിലാക്കുന്നത്. ഉദ്യോഗസ്ഥന്റെ ജോലി ഇതാണോ? ഇവരുടെ പരിപാടികളിൽ ആളെ കൊണ്ടുവരിക എന്നുള്ളതാണോ ആ ഉദ്യോഗസ്ഥന്റെ ജോലി? അവിടെ വലിയ രീതിയിൽ 52 ഈ പറഞ്ഞ പോലെ മോട്ടോർ വകുപ്പിന് വേണ്ടിയിട്ട് വാഹനങ്ങൾ കൊടുക്കുന്ന, ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന 52 വാഹനങ്ങൾ വാങ്ങി അത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന പരിപാടിയായിരുന്നു. അവിടെ ഈ പറയുന്ന പോലെ ഗണേഷിന്റെ പാർട്ടിയുടെ ചില അംഗങ്ങൾ ഉണ്ടായിരുന്നു. അത് ഈ പറയുന്ന പോലെ കൊല്ലത്ത് കൊട്ടാരക്കരയും പത്തനാപുരവും പോലുള്ള പ്രാന്ത പ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് ഈ കേരള കോൺഗ്രസ് ബി എന്ന് പറയുന്നത്. അല്ല, അയാളെ കാണാൻ ആഗ്രഹമുള്ളവർ മാത്രമല്ല അതിൽ വരുള്ളൂ. ഇപ്പൊ തമിഴ്നാട്ടിലെ വിജയെ കാണാൻ ഇത്രയും ആൾക്കാർ കുത്തി കിടത്തി TVKയുടെ പ്രവർത്തകരല്ല വന്നത്. അത്രയും അത് വിജയോടുള്ള ആരാധന. അതുപോലെ ഗണേഷ് കുമാറിന് അതുപോലെ ആരാധകരുണ്ടായിരുന്നു. അവിടെ കുത്തിത്തള്ളി കയറുന്ന കുറച്ചുപേര് മരിക്കുകയും ചെയ്യും. എനിക്ക് സമാധാനമാവും. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ള അസ്മാദികൾ കുറെ പേര് വന്നിട്ടുണ്ട്. പിന്നീട് വന്നത് അവിടെ ഉണ്ടായിരുന്ന KSRTCയിലെ ജീവനക്കാർ വന്നു. പിന്നെ പാർട്ടിയിൽ അവിടെ ഉള്ള വിരലുണ്ടാകുന്ന 4-5 പേര്, അത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ. അത് കണ്ടപ്പോൾ മൂപ്പർക്ക് ഹാലിളകി. കാരണം എന്നെ കേൾക്കാനുള്ള ഒരു സദസ്സ് അവിടെ പ്രത്യേകിച്ച് ആരെങ്കിലും ഉദ്ദേശിച്ചായിരിക്കോ? ഇനി ഇദ്ദേഹത്തിന് താല്പര്യമുള്ള തൽപര കക്ഷികൾ ആരെങ്കിലും വരാത്തത് കൊണ്ടായിരിക്കും, അതുകൊണ്ടാണ് അവരെ ഒഴിവാക്കി. എനിക്ക് തോന്നുന്നു ഈ മുഖ്യമന്ത്രിയുടെ പ്രേതം ഗണേഷ് കുമാറിലേക്ക് കയറിയതാണോ എന്ന് സംശയം. നമ്മൾ നിരവധി പരിപാടി കണ്ടു. അടുത്തിടയ്ക്ക് മുഖ്യമന്ത്രി ഇപ്പൊ തന്റെ പരിപാടിയിൽ ആളില്ലാത്തടത്തൊക്കെ തന്നെ എന്ന് സംഘാടകരോട് തട്ടിക്കയറുന്ന പല കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു പ്രേതം ഗണേഷിലേക്കും കയറിയതാണോ എന്നൊരു സംശയമുണ്ട്. അദ്ദേഹം ഈ പറയുന്ന പോലെ എന്താ പറയുക, ഒരു ജനപ്രതിനിധി നിലയിൽ അത്യാവശ്യം പേരുള്ള ഒരു വ്യക്തിയാണ്. വ്യക്തി ജീവിതം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു മന്ത്രി എന്ന നിലയിലും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും എല്ലാം അദ്ദേഹത്തിന് ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തെ ഇഷ്ടമാണ്. ആ ഒരു ഇഷ്ടം ഇപ്പോഴും ഉണ്ട്. പക്ഷെ അദ്ദേഹം ഈ മന്ത്രി കസേര കയറി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു പ്രേതം പിടികൂടുന്ന ബാധ കൂടുന്ന ഒരു ശൈലിയുണ്ട്. ഞാൻ ഈ കേരളത്തെ ഇപ്പോൾ മാറ്റിമറിച്ച് കളയും, ഞാൻ സൂപ്പർ ഹീറോയാണെന്നൊക്കെ ജനങ്ങളെ തെളിയിക്കാനും ആ ജനങ്ങളുടെ മുന്നിൽ ഒരു കയ്യടി കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് ഈ പറയുന്ന, അത് കോൺഗ്രസ് UDF-ലൊക്കെയാണ് നടക്കും കേട്ടോ, അത് നടന്നിട്ടുമുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ നടക്കത്തില്ല. കാരണം ഇവിടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. ഈ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് CPM ആണ്. അപ്പം മുഖ്യമന്ത്രി ഇങ്ങനെ ഞാനങ്ങനെ ഹീറോ ആകാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ അവസരം നോക്കി നടക്കുകയാണ്. അല്ല, അത് പറഞ്ഞപ്പോഴേ ഓർത്ത് BS-നെ പോലും ഞെളിയാൻ അനുവദിക്കാത്ത ഇവിടെ അങ്ങനെ ഒരാൾ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തെ കടന്നു വിട്ട് ഞാൻ ഈ LDF മന്ത്രിസഭയിലെ ഒന്നാമനായിട്ട് തെളിയിക്കാനായിട്ട് പോകുമ്പോൾ അത് മുഖ്യമന്ത്രിക്ക് പിടിക്കത്തില്ല. എന്തായാലും അത്തരത്തിലുള്ള ചില പ്രവൃത്തികളിലൂടെ ഈ ഗണേഷ് കുമാർ സ്വയം ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പരിപാടി വളരെ മോശമായി പോയി. അവിടെ ആൾക്കാര് സദസ്സില്ലാത്തതിന്റെ പേരിൽ അദ്ദേഹം അത് എന്താ പറയുക പരിപാടി നിർത്തിവെച്ചത്. ഈ പരിപാടി ആസൂത്രണം ചെയ്യാൻ പൈസ ചെലവായിട്ടുണ്ട്. അപ്പൊ ഇനി ഒരു ദിവസം ഈ പരിപാടി വീണ്ടും അറേഞ്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി MLA ഉണ്ട്, അവിടുത്തെ സ്ഥലം MLA VK പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ഒരു പരിപാടിയാണ്. അവിടെ അദ്ദേഹം വേറൊരു കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ വന്ന വാഹനങ്ങളൊക്കെ തന്നെ MPയുടെ ഉദ്യോഗസ്ഥർ ആ വാഹനത്തിൽ തന്നെ AC ഒക്കെ ഇരുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് ശരിയായ നടപടിയല്ല. ഓക്കെ, അത് അവർക്കെതിരെ നടപടി എടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഉദ്യോഗസ്ഥരെ ഒരു പരിപാടിക്ക് വന്നാൽ അവർ ആ പരിപാടിയിൽ ഉണ്ടാകണം. അവർ അല്ലാതെ വണ്ടി വന്ന് കയറി AC ഇട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ശരിയായ ഒരു കാര്യമല്ല. മറിച്ച് ഒരു സദസ്സില്ല, അവിടെ എന്നെ കേൾക്കാൻ ആളില്ലാത്തതിന്റെ പേരിൽ ഒരു പരിപാടിയൊക്കെ റദ്ദാക്കുക എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രിക്ക്, ഒരു ജനാധിപത്യ രാജ്യമല്ല നമ്മുടെ, ആ കേരളത്തിലെ ഒരു മന്ത്രിക്ക് ചേർന്ന ഒരു പരിപാടിയല്ല അത്. അദ്ദേഹം ആ പരിപാടി, അദ്ദേഹത്തിന്റെ എതിർപ്പ് അദ്ദേഹത്തിന് രേഖപ്പെടുത്താം, ഇങ്ങനെ ആൾക്കാരില്ല. പക്ഷെ അതിനാരെ കുറ്റപ്പെടുത്താൻ കഴിയില്ലെന്നേ. ഇപ്പം വിളിച്ചിട്ട് ആരാ വരിക? അതെ.
ഈ സാധാരണ ജനങ്ങളെ വിളിച്ചവർ വന്നില്ല എങ്കിൽ അവർക്ക് അതിനകത്ത് പങ്കെടുക്കാൻ താല്പര്യമില്ല. നിങ്ങളെ കേൾക്കാൻ ആ ജനങ്ങൾക്ക് മനസ്സില്ല. ആ തിരിച്ചറിവാണ് ഉണ്ടാവേണ്ടത്. അല്ലാതെ ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കുകയല്ല, എന്നെ കേൾക്കാൻ ആളില്ല, ഈ പരിപാടിക്ക് പൊതുജന പിന്തുണ കുറവാണ് എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണെന്ന് അവര് ഒരു എന്താ പറയുക, ഒരു റെട്രോസ്പെക്ഷൻ നടത്തണ്ടേ? ഈ 9 വർഷത്തെ ഭരണം കഴിഞ്ഞിട്ടും അവസാന സമയത്ത് ഒരു പരിപാടി നടത്തുമ്പോൾ ഈ സർക്കാരിനെ കേൾക്കാൻ സാധാരണക്കാര് അവരെ ഉദ്ദേശിച്ചതെങ്കിൽ അവര് വന്നില്ല എങ്കിൽ ഞങ്ങൾക്ക് എന്തോ കുഴപ്പമല്ല, ജനങ്ങളുടെ കുഴപ്പമല്ല, അല്ലെങ്കിൽ സംഘാടകന്റെ കുഴപ്പമല്ല എന്ന് മനസ്സിലാക്കണം. അല്ല, വേറൊരു കാര്യമുണ്ട്. ഈ പരിപാടി അങ്ങനെ സ്മൂത്ത് ആയിട്ട് നടന്നു പോയിരുന്നെങ്കിൽ ഈ പരിപാടിയെ കുറിച്ച് ആരെങ്കിലും അറിയാം നമ്മളിവിടെ ചർച്ച ചെയ്യൂ? ഇല്ല. അപ്പൊ അതേസമയം അവിടെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കി കഴിയുമ്പോൾ മാക്സിമം ആൾക്കാർ ആ വീഡിയോ ശ്രദ്ധിക്കും. ആൾക്കാർ ഇയാള് ഇതിനെ എതിർത്ത് സംസാരിക്കും, താരപരിവേഷം കിട്ടി. ഇപ്പൊ നമ്മൾ തന്നെ ഈ ചർച്ച ചെയ്യുന്ന ആ പരിപാടി സ്മൂത്ത് ആയിട്ട് നടന്നത് നമ്മളിത് ചർച്ച ചെയ്യോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധ നേടുക എന്നത് മാത്രമാണ് ഇതിന്റെ എല്ലാം ലക്ഷ്യം. ചിലപ്പോ ഇങ്ങനെ ആക്കണമെന്ന് ഇതും PR വർക്കിന്റെ ഭാഗമായിരിക്കാം. ഇങ്ങനെ ഈ ഒരു പരിപാടി ആണെങ്കിലും കാണിച്ച പരിപാടി ശരിയല്ല. ഒരു പരിപാടി സർക്കാർ സംഘടിപ്പിച്ച ഒരു മന്ത്രിയുടെ വകുപ്പ് മുൻകൈ എടുത്ത് സംഘടിപ്പിച്ച ഒരു പരിപാടി, അത് ആ മന്ത്രി തന്നെ വന്നിട്ട് ഞാൻ ബഹിഷ്കരിക്കുകയാണെന്ന് പറഞ്ഞ് പോകുന്നത് സർക്കാർ ബഹിഷ്കരിക്കുന്നവരാ? മന്ത്രി. പരിപാടി ജനങ്ങൾ ബഹിഷ്കരിച്ചു എന്നാ ഇനി ഞാനും ഈ കളിക്കില്ല എന്ന ബാലിശമായ ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൽ നിന്ന്. ആ പരിപാടി നടത്തി അത് ഫ്ലാഗ് ഓഫ് ചെയ്തിട്ട് പറയുന്ന എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുക. അല്ലാതെ ഈ സംഘാടകനെതിരെ ആളെ കൂട്ടാനുള്ള ഉദ്യോഗസ്ഥനെതിരെയൊക്കെ നടപടി എടുക്കുക എന്നൊക്കെ പറയുന്നത് ആൾക്കാരെ കൂട്ടിയില്ല എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കേണ്ട കാര്യമില്ല. ആളെ കൂട്ടേണ്ട നോട്ടീസ് കൊടുക്കുക, ആൾക്കാർ വന്നാൽ വരട്ടെ. അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ വന്നു, അത്യാവശ്യം ഉദ്യോഗസ്ഥർ വന്നു. ഇനി ആരെയാണ് അദ്ദേഹം അവിടെ പ്രതീക്ഷിച്ചത്? പൊതുജനങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വരും, അല്ലാതെ അവരെ നിർബന്ധിക്കാണ്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ അവർ വരും. അല്ലാതെ അവരെ നിർബന്ധിച്ച് അവരെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരുത്തി കേൾപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ശരിയായ കാര്യമല്ലല്ലോ. അപ്പോൾ അവര് ഒന്ന് സ്വയം വിലയിരുത്തണം. എന്താണ് ഞങ്ങളെ കേൾക്കാൻ ഈ 10ാമത്തെ വർഷത്തിൽ തുടർച്ചയായിട്ട് 10 വർഷം ഭരിച്ച് ഭരണ നേട്ടങ്ങളെല്ലാം ഉണ്ടായിട്ട് ഞങ്ങളെ കേൾക്കാൻ ഞങ്ങളുടെ പരിപാടിക്ക് എന്തുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പങ്കെടുക്കുന്നില്ല എന്ന കാര്യത്തിൽ അവരൊരു ആത്മപരിശോധന നടത്തേണ്ടതാണ്. അല്ലെ, ജനപ്രിയനായ ഒരു മന്ത്രിയാണ് ഞാൻ. അപ്പൊ ഞാൻ വരുന്ന ഒരു പരിപാടിയിൽ എന്താ ഇത്ര ആൾക്കാരെ വരുള്ളൂ, ഇനി വരാനുണ്ട് ആൾക്കാര് എന്ന് സ്വയം അങ്ങ് പ്രകീർത്തിക്കുകയാണ് അദ്ദേഹം തന്നെ പറയുകയാണ്. അങ്ങനെ എന്താ പറയാ, എന്റെ പരിപാടിക്ക് സാധാരണ എല്ലാവരും ആൾക്കാർ നിറഞ്ഞ് അപ്പൊ സ്വയം ഒരു ആത്മപരിശോധന നടത്തുകയല്ലേ വേണ്ടത്? എന്റെ പരിപാടിക്ക് ആള് വന്നില്ല എങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും എന്ന് ഒരു ആത്മപരിശോധന നടത്തി മുന്നോട്ട് പോവേണ്ടതാണ്. അതാണ് വേണ്ടത്. ഈ ഒരു വീഡിയോ ക്ലിപ്പിന്റെ വാർത്ത, ആ വാർത്തയ്ക്ക് കീഴെ വന്നിട്ടുള്ള കമന്റുകൾ വായിച്ച വളരെ രസം. ചുരുക്കി പറഞ്ഞാൽ പരിപാടിക്ക് ആളില്ല, ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി. മുഖ്യന്റെ പരിപാടിക്കും അയ്യപ്പ സംഗമത്തിനും വരെ ആളില്ല, പിന്നെയാ ഇയാളുടെ പരിപാടിക്ക്. അതായത് ഇതൊക്കെ ഒന്ന് വായിച്ചാൽ മതിയായിരുന്നു, അദ്ദേഹത്തിന് സ്വയം ഒരു ബോധ്യം വരുമായിരുന്നു. ആളുകൾക്ക് ഈ തള്ളൽ കേൾക്കാൻ വരാൻ താല്പര്യമില്ല. അതിന് ഉദ്യോഗസ്ഥരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ബഹു ഗണേശൻ, ഇതിനുള്ള പൈസ ഖജനാവിൽ നിന്നല്ലേ ചെലവാക്കിയത്? ഇത് നാട്ടുകാരുടെ പൈസയല്ലേ? താങ്കൾക്കും അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് എന്ത് നഷ്ടം? ആ കാശ് ഈ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുമെങ്കിൽ താങ്കൾ പറയുന്നത് 100% ശരി. അല്ലെങ്കിൽ അടുത്ത ഉദ്ഘാടനത്തിനുള്ള ഫണ്ട് ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും ഈടാക്കുക, അല്ലാതെ ഖജനാവിൽ നിന്നല്ല ചെലവാക്കേണ്ടത്. ഇതിൽ എനിക്കൊരു അഭിപ്രായമുണ്ട്. ഉദ്യോഗസ്ഥന്മാരുടെ കാശ് ഗണേഷ് കുമാർ അങ്ങനെ ഒരു പരിപാടി നടത്തി ഒരുപാട് വൻ ആൾക്കൂട്ടം ജനക്കൂട്ടം ഗണേശന് വേണമെങ്കിൽ ഗണേശന്റെ കുടുംബസ്വത്തിൽ നിന്ന് കൊണ്ടുവരിക. പൈസ വിതരണം ഇഷ്ടം പോലെ ആൾക്കാർ, സാധാരണ ഇവിടെ വനിതാ മതിലിന് ഉൾപ്പെടെ പൈസ കൊടുത്ത് ഇഷ്ടം പോലെ ആൾക്കാരെ കൊണ്ടുവന്നിരുന്നു. അതുപോലെ പൈസ കൊടുത്ത ഇഷ്ടം പോലെ ആൾക്കാരെ കിട്ടില്ല. കണ്ണ് നിറയെ പൊതുജനം എന്ന് തോന്നുന്ന രീതിയിൽ ഒരുപാട് ആൾക്കാരെ കൊണ്ടുവരാൻ കഴിയും. 1000 കിട്ടിയ ഞാനും പോയിരിക്കായിരുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിന് ഉദ്യോഗസ്ഥന്മാർക്ക് കുടുംബശ്രീ എന്ന് പറയുന്ന ഒരു സ്ഥാപനം തന്നെ അവർ നിർമ്മിച്ചിരിക്കുന്നത് ഇതുപോലുള്ള പാർട്ടി പരിപാടികൾക്ക് വരാൻ വേണ്ടിയിട്ടാണ്. നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. കുടുംബശ്രീയിലെ സ്ത്രീകളോട് പാർട്ടി പരിപാടികൾ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആനുകൂല്യങ്ങളും തരില്ല എന്ന് ഭീഷണി സ്വരത്തിൽ പറയുന്നതാണ്. ഇപ്പോൾ കുറച്ച് അടിമകൾ മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ പരിപാടി പങ്കെടുക്കാനുള്ള ഒരു ടീം. ജനം വെറുത്ത് ഈ CPM എന്ന പാർട്ടിയും സർക്കാരിനെ 82% ജനങ്ങളും വെറുത്തു. അതായത് ഈ ഒരു വീഡിയോ വാർത്തയ്ക്ക് കീഴിൽ വരുന്ന കമന്റുകളെല്ലാം ഒരു വാർത്തയുടെ കീഴിൽ വന്നിട്ടുള്ള എല്ലാ കമന്റും ഇങ്ങനെ തന്നെയാണ്. വേടനെ വിളിച്ച ഒരു പരിപാടി നടത്താമായിരുന്നില്ലേ, അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന്. പക്ഷേ വേടനെതിരെയുള്ള ഈ ആക്രമണം എല്ലാം നടത്തുന്നത് ഈ സർക്കാർ തന്നെയാണ് എന്നുള്ള കാര്യവും വ്യക്തമാണ്. വേടനെ ഇവർ ഇരയാക്കിയാണ് യഥാർത്ഥത്തിൽ. ഇപ്പൊ ആൾക്കാർക്കിടയിൽ ഒരു വികാരം, സർക്കാർ വേടനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ എന്താണ്, പിന്നോക്കക്കാരെ സർക്കാർ സപ്പോർട്ട് ചെയ്യുന്നു, പക്ഷെ വേടനെതിരെ ഇവിടെ സംഘപരിവാറുകാരാണ് ആക്രമണം നടത്തുന്നത് എന്ന രീതിയിൽ അത് വേറൊരു വിഷയം. പക്ഷെ ഈ കാണുന്ന കമന്റുകളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം അതെ പൊതുജനങ്ങൾക്ക് ഇതെല്ലാം ബോധ്യപ്പെടുന്നുണ്ട് എന്നാണ്. അപ്പോ എന്തായാലും സാധാരണഗതിയിൽ ഒരു സർക്കാർ വരുമ്പോ പറയുന്നത് മുൻ സർക്കാർ ചെയ്തു വെച്ച അതിന്റെ ദോഷഫലങ്ങൾ കാരണം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, സ്ഥിരം കേൾക്കുന്ന ഒരു പരാതിയാണ്. പക്ഷെ ഇപ്പൊ ഇത് 9ാം വർഷമാണ്. കഴിഞ്ഞ തവണ LDF ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് കുറ്റം ചാരാൻ വേറൊരാളില്ല. അപ്പൊ ഇനി അടുത്ത് 3ാം തവണയും ഇവർക്ക് കിട്ടണം. അതിനുള്ള
തത്രപ്പാടുകളാണ് ഇതൊക്കെ. പക്ഷെ ജനങ്ങൾ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കിയാൽ മതി എന്നേ ഉള്ളൂ. അതെ.